വർഷം 1992. ഒരു 18 വയസ്സുകാരൻ തൻ്റെ അച്ഛൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നായകനായി എത്തുന്നു. അതിനു മുൻപ് പല സിനിമകളിലും ബാലതാരമായി എത്തിയിരുന്നെങ്കിലും നായകവേഷം അതാദ്യമായാണ്. ഏറെ പ്രതീക്ഷകളുമായി എത്തിയ സിനിമ തിയേറ്ററുകളിൽ ഡിസാസ്റ്ററായി മാറി. സിനിമ പരാജയപ്പെട്ടതിനോടൊപ്പം നായകൻ്റെ ലുക്കിനെയും ആളുകൾ വിമർശിച്ചു. ഈ മുഖം കാണാൻ കാശ് കൊടുത്ത് ആര് തിയേറ്ററിൽ പോകുമെന്ന് വരെ ആളുകൾ ചോദിച്ചു. തൊട്ടടുത്ത വർഷം വീണ്ടും അയാളുടെ അടുത്ത സിനിമയെത്തി. ഇത്തവണ കൂടെ അക്കാലത്തെ സൂപ്പർ താരം വിജയകാന്തും ഉണ്ടായിരുന്നു. എസ് എ ചന്ദ്രശേഖർ തന്നെയായിരുന്നു സിനിമയുടെ സംവിധായകൻ. എന്നാൽ ആ സിനിമയ്ക്കും താരത്തിന് ആദ്യ സിനിമയിൽ കിട്ടിയ വിമർശനത്തിന് വലിയ മാറ്റമുണ്ടാക്കാനായില്ല. വീണ്ടും തുടരെ സിനിമകൾ വന്നെങ്കിലും ഒരു താരപരിവേഷമോ അതിനൊത്ത ഹിറ്റോ അയാൾക്ക് ലഭിച്ചില്ല. അങ്ങനെയിരിക്കെ 1996 പൂവേ ഉനക്കാക എന്ന സിനിമ എത്തുന്നു. ചിത്രം തിയേറ്ററുകളിൽ വിജയക്കൊടി പാറിച്ചു. ഒപ്പം ആ താരത്തെയും ആളുകൾ സ്വീകരിച്ചു. പണ്ട് കളിയാക്കിയവർ പോലും അദ്ദേഹത്തിന് വേണ്ടി കൈയടിച്ചു. നായകവേഷത്തിലെത്തി 33 വർഷങ്ങൾക്കിപ്പുറം പുതിയ പാത സ്വീകരിച്ച് അയാൾ ആ കുപ്പായം അഴിച്ചുവെക്കാൻ ഒരുങ്ങുകയാണ്. ഇളയ ദളപതിയായെത്തി ദളപതിയായി മാറിയ പ്രേക്ഷകരുടെ സ്വന്തം വിജയ്. വിജയുടെ കരിയറിൽ ഏറെ ആരാധകരുള്ള ഒരു സിനിമയാണ് സച്ചിൻ. 20 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ചിത്രം ഇക്കഴിഞ്ഞ 18-ാം തീയതി വീണ്ടും തിയേറ്ററുകളിലെത്തി. ജോൺ മഹേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജനീലിയ, ബിപാഷ ബസു, സന്താനം, വടിവേലു തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തിയിരുന്നു. പൊതുവെ ഒരു വിജയ് ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഉന്തും തള്ളുമെല്ലാം പതിവാണ്. എന്നാൽ റീ റിലീസിലും സച്ചിനും അത്തരത്തിലൊരു ഗംഭീര വരവേൽപ്പ് തന്നെയാണ് ആരാധകർ നൽകിയത്. ചിത്രം ആദ്യ ദിനം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 2 കോടിക്ക് മുകളിൽ നേടിയെന്നാണ് റിപ്പോർട്ട്. ആദ്യം 3 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ചിത്രത്തിന് 5 കോടിക്ക് മുകളിൽ നേടാനായെന്നും റിപ്പോർട്ടുകളുണ്ട്. ചിത്രത്തിന്റെ റീ റിലീസ് കളക്ഷനെ പറ്റി ഔദ്യോഗിക റിപ്പോർട്ടുകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം വിജയുടെ ഗില്ലിയും റീ റിലീസ് ചെയ്തിരുന്നു. സകല റീ റിലീസ് റെക്കോർഡുകളും കടത്തിവെട്ടുന്നതായിരുന്നു ഗില്ലിയുടെ നേട്ടങ്ങൾ. 42 കോടിക്ക് മുകളിലാണ് റീ റിലീസ് ചെയ്ത ഗില്ലിയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഇതിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയതാകട്ടെ 30 കോടിക്ക് മുകളിൽ. ആദ്യ ദിനം വേൾഡ് വൈഡായി 10 കോടിക്ക് മുകളിൽ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ റീ റിലീസ് ചിത്രമായി ഗില്ലി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടെത്തിയ ബോളിവുഡ് ചിത്രം സനം തേരി കസം ആ റെക്കോർഡ് കടത്തിവെട്ടി. ഫാൻ ബേസിലായാലും കളക്ഷൻ റെക്കോർഡുകളിലായാലും വിജയ് എന്ന താരത്തെ വെല്ലാൻ പല സൂപ്പർ താരങ്ങൾക്കും ഇന്നുമാകില്ല. ഇന്ന് തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിനുള്ള ഫാൻ ബേസ്. കേരളത്തിലും മറ്റ് സൗത്ത് ഇൻഡസ്ട്രികളിലും വിജയ് എന്ന നടന് നിരവധി ആരാധകരുണ്ട്. എമ്പുരാന്റെ റിലീസിന് മുൻപ് കേരള ബോക്സ് ഓഫീസിൽ ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് പോലും വിജയുടെ പേരിലായിരുന്നു. വെങ്കട് പ്രഭുവിന്റെ സംവിധാനത്തിലെത്തിയ ഗോട്ടാണ് റിലീസ് ചെയ്ത അവസാന വിജയ് ചിത്രം. പ്രതീക്ഷിച്ച പ്രതികരണം ലഭിക്കാതെ പോയിട്ടും ചിത്രത്തിന് 450 കോടി രൂപ വേൾഡ് വൈഡായി നേടാനായി. നെഗറ്റീവ് റിവ്യൂ വന്ന സിനിമയ്ക്ക് പോലും വൻ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുക എന്നത് വിജയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഗോട്ടിന് മുമ്പ് പുറത്തിറങ്ങിയ ലിയോയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. എന്നാൽ വിജയുടെ കരിയറിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിമായാണ് ലോകേഷിന്റെ സംവിധാനത്തിലെ ലിയോ മാറിയത്. 600 കോടിക്ക് മുകളിലാണ് ആഗോളതലത്തിൽ ലിയോ നേടിയത്. ആദ്യ ദിനം വേൾഡ് വൈഡായി 142.5 കോടിയും ലിയോ സ്വന്തമാക്കി. സിനിമ വിട്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി 2026 തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന വിജയുടെ ഒരേയൊരു ചിത്രം മാത്രമാണ് ഇനി തിയേറ്ററുകളിലേക്ക് എത്താനുള്ളത്. അതാകട്ടെ അടുത്ത വർഷം ജനുവരി 9 റിലീസ് ചെയ്യുക. 2020 ശേഷം ആദ്യമായി ഒരു വിജയ് ചിത്രം റിലീസില്ലാത്ത വർഷമായി ഇതോടെ 2025 മാറി. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ അടുത്ത വർഷം എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സിനിമ റിലീസായും അതിനെ കാണാം. പൊളിറ്റിക്സിന് പ്രാധാന്യമുള്ള സിനിമ തന്നെയാണ് ജനനായകനെന്ന് ഇതിനോടകം പുറത്തിറങ്ങിയ പോസ്റ്ററുകളിൽ നിന്നെല്ലാം വ്യക്തമാണ്. 2024 ഫെബ്രുവരി 2 വിജയ് സ്വന്തം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്, തമിഴക വെട്രി കഴകം. ഒക്ടോബർ 27 വില്ലുപുരം ജില്ലയിൽ പാർട്ടിയുടെ പൊതുസമ്മേളനവും അരങ്ങേറി. സമത്വം, സാമൂഹിക നീതി, മതേതരത്വം എന്നിവയാണ് വിജയ് ഉയർത്തിക്കാണിച്ചത്. ദ്രാവിഡ ആദർശങ്ങളെ തമിഴ് ദേശീയതയുമായി കൂട്ടിയിണക്കുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും ലക്ഷ്യങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. പിന്നീട് പല തവണകളിലായി തമിഴ് രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും അരങ്ങേറിയ പല സംഭവങ്ങളിലും വിജയ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. DMKയെയും BJPയെയും പലതവണ താരം കടന്നാക്രമിച്ചു. രാഷ്ട്രീയത്തിൽ താനൊരു പുതിയ ആളാണെന്ന് പലരും വിമർശിക്കുമ്പോഴും അതൊന്നും കൂസാതെയാണ് വിജയുടെ മുന്നോട്ടുള്ള പോക്ക്. തമിഴ് രാഷ്ട്രീയത്തിൽ സിനിമയ്ക്കുള്ള പങ്ക് അത്രമേൽ വലുതാണ്. അത് തനിക്കും തുണയാകുമെന്ന വിശ്വാസത്തിലായിരിക്കാം വിജയ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാറുകളിൽ ഒരാളാണ് വിജയ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന താരവും. ഓരോ പ്രാവശ്യം ഒരു വിജയ് സിനിമ ഇറങ്ങുമ്പോൾ മാറുന്നത് ഒരു ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് ആണ്. വിജയെക്കുറിച്ച് പണ്ടൊരിക്കൽ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളാണിത്. ഇളയ ദളപതിയിൽ നിന്ന് ദളപതിയിലേക്കുള്ള യാത്രയിൽ വിജയ് എന്ന നടൻ ഉണ്ടാക്കിയെടുത്ത സ്റ്റാർഡമാണ് ആ സ്കീമാറ്റിക് ചേഞ്ചുകൾ ഉണ്ടാകാനുള്ള കാരണം. എൻ നെഞ്ചിൽ കുടിയിരിക്കും എന്ന് തുടങ്ങി ഒരു കുട്ടി സ്റ്റോറിയിൽ അവസാനിപ്പിക്കുന്ന വിജയ് സ്പീച്ചുകൾ ഇനി ഓഡിയോ ലോഞ്ച്, സക്സസ് മീറ്റ് വേദികളിൽ ആയിരിക്കില്ല നമുക്ക് കാണാനാകുക. മറിച്ച് രാഷ്ട്രീയ വേദികളിലായിരിക്കും അവയ്ക്ക് സ്ഥാനം. വിജയ് സിനിമകളുടെ റിലീസ് ഒരു സെലിബ്രേഷൻ ആണെന്നാണ് പറയാറ്. 2026 ജനുവരി 9 ഒരിക്കൽ കൂടി ആ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ കാത്തിരിക്കുകയാണ് വിജയ് ആരാധകർ.